സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞു നിന്ന ഒരു വീഡിയോ, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. തൃശ്ശൂരിൽ നിന്ന് മനോജിൻ്റെതാണ് അല്ലേ? ഹിറ്റ്ലർ മാധവൻകുട്ടിയെയും പെങ്ങന്മാരെയും മലയാളികൾ ഒരിക്കലും മറക്കില്ല. തൃശ്ശൂർ കൊളങ്ങാട്ടുകരയിലുമുണ്ട് ഹിറ്റ്ലർ സിനിമയിലേതുപോലൊരു കുടുംബം. ടൈലറായ ഗിരിജനും 5 പെങ്ങന്മാരുമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരങ്ങൾ. ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെയും 5 പെങ്ങന്മാരുടെയും ഹൃദയഭാനുവിൻ്റെയൊക്കെ വേഷത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിൻ്റെ സ്വന്തം ഹിറ്റ്ലർ ഗിരിജേട്ടൻ്റെ കൂടെയാണുള്ളത്. ഗിരിജേട്ടനും പെങ്ങന്മാരും ഇവിടെയുണ്ട്. എന്തായാലും ഗിരിജേട്ട, ഈ ഒരു റീൽസിലോട്ട് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ പെങ്ങളിലെ ഭർത്താവിൻ്റെ ഒരു 60ാം പിറന്നാളായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഞങ്ങളൊരു റീലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 സഹോദരിമാർ പറഞ്ഞ് ഈ റീൽസ് നമുക്ക് എടുത്തു നോക്കാമെന്ന്. അങ്ങനെ എൻ്റെ മകനും എല്ലാവരും കൂടി തയ്യാറായി. അങ്ങനെ ഞങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കിയതാണ്. അതിങ്ങനെ വളരെ ഹിറ്റാമെന്ന് വിചാരിച്ചില്ല. ആരൊക്കെയായിരുന്നു ഈ ഒരു റീൽസിൽ ഗിരിജേട്ടൻ്റെ കൂടെ പങ്കെടുത്ത 5 സ്വന്തം പെങ്ങന്മാരാണ്? അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും 5 സ്വന്തം പെങ്ങന്മാരാണ്. മറ്റേ സിനിമകളിൽ അവർ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടല്ല ചെയ്യാം, ഇല്ലാതല്ല. സ്വന്തം സഹോദരിമാരിന് മൂത്ത സഹോദരി ലത, രണ്ടാമത്തെ സഹോദരി തങ്കം, മൂന്നാമത്തെ സഹോദരി പവിഴം, ശോഭന, 5ാമത്തെ സഹോദരി രത്നം. ഒക്കെ ഈ തങ്കം, പവിഴം, ശോഭ, രത്നം അങ്ങനെയാണ്. എന്തായാലും ഈ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെയാണ് ഈ ഒരു റീൽസൊക്കെ ചെയ്തു വരുന്നത്. എന്തായാലും ഈ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മൾ ചെയ്യുന്നത്. അതൊന്നല്ല, പ്രായം ഒരു പ്രശ്നമല്ല. നമ്മളെല്ലാവരും അവതരിപ്പിക്കാൻ തോന്നിയാൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എല്ലാ സഹോദരിമാരും അതിന് തയ്യാറാണ്. അവർ അങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചത്. വലിയൊരു കുടുംബമാണ്. പണ്ട് മുതലേ ഇന്ന് വരെ ഈ ഒരു 5 സഹോദരിമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കളിച്ചിരിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും 5 സഹോദരിമാരെയും കളിച്ചിരിയായിട്ട് ഇന്നവരെ ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി എല്ലാവരും കൂടി. അതേമാതിരി ഒരു ഓണം അങ്ങനെയൊക്കെയാണ്. ഞങ്ങളെല്ലാവരും ഓരോ വീടുകളിൽ എല്ലാവരും ഒരു 50 ആൾ ഞങ്ങളുണ്ടാവും, സഹോദരിമാരും കുട്ടികളും അളിയന്മാരൊക്കെ കൂടിയിട്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം കൂടെയുണ്ട്. ഹൃദയഭാനുവിൻ്റെ വേഷം അവതരിപ്പിച്ച ശങ്കരേട്ടനാണ്. ശങ്കരേട്ടൻ ഇപ്പോൾ സെലിബ്രിറ്റിയൊക്കെ ആയി മാറിയിരിക്കുകയാണ്. ഇന്ന് കാലത്തും കൂടി ഒരാൾ എന്നോട് ചോദിച്ചു, ഈ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ടിടാൻ സാധ്യതയുണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു റീൽ അഭിനയിച്ച് അതെ ഞാൻ തന്നെയാണ് പറഞ്ഞു. പിന്നെ പുറമെ പോയാലും എനിക്ക് കുറേ പരിചയക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എല്ലാവരും എന്ന് ഫേസ്ബുക്കിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഹാപ്പിയാണ്. അപ്പോൾ എങ്ങനെയാ ഇനിയും റീൽസുകളിൽ അഭിനയിക്കും ചേട്ടനോടൊപ്പം? പിന്നെ തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ പുതിയ റീൽസുകൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒത്തൊരുമിച്ച് റീൽസ് ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമാണ്. എല്ലാവരും അതിന് ഒപ്പം നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി റീൽസ് ഇനി ഞങ്ങളുടെ കാണാം. ആദ്യത്തെ പരീക്ഷണ ഇവരെ വെച്ചിട്ട് ആദ്യമായിട്ട് ഞാനെടുത്തൊരു പരീക്ഷണമായിരുന്നു. അത് ഇത്രയും നല്ല ഒരു സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളതൊരു 1 ഡേ ഇട്ടപ്പോൾ തന്നെ ഒരു 1 മില്യൺ ആയിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ്. എല്ലാവരും കമൻറ്റും കാര്യങ്ങളും എല്ലാം നല്ലപോലെ നമുക്ക് കിട്ടി. അത് ഏറ്റെടുത്തു എന്ന് മനസ്സിലായി. അതൊരു സന്തോഷമാണ്. അതെല്ലാവർക്കും ഇവർ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര വലിയ ആക്റ്റീവ് ഒന്നല്ല. പക്ഷെ നമ്മളത് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് നല്ലപോലെ സന്തോഷമായി. ഇനി ഇവരുടെ കൂടെ ഒരുമിച്ച് ഒരു റീൽസ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നമ്മൾ ചെയ്യും. അതെ പെട്ടെന്ന് അവർ പഠിച്ചെടുത്തു നല്ലപോലെ. അവരുടെ എന്താ പറയുക, മനസ്സിൽ ഒരു കലയുണ്ട്. ആ കല അവർ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു.
അവരോട് ഒന്നോ രണ്ടോ കാര്യം മാത്രം നമ്മൾ പറഞ്ഞെടുത്തിട്ടുള്ളൂ, അത് അവർ കറക്റ്റായിട്ട് ചെയ്തു. ഈ വീഡിയോ വൈറലാവാൻ കാരണം പെങ്ങൾ ദുബായിലുണ്ട്, അവളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും സപ്പോർട്ടും കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞത് തന്നെ ചിലപ്പോൾ അതിലായിരിക്കാം. അവളോടാണ് ആദ്യം താങ്ക്സ് പറയാനുള്ളത്. അവൾ ദുബായിലാണ്, ആതിര. അവളോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. പെങ്ങന്മാരുണ്ട് 5 ആളും നല്ല സ്നേഹത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്നത്. ഞാനുള്ള കാരണം ഇവരെല്ലാവരും വൈറലായത്. ഞാൻ ഇതിനെല്ലാത്തിനും സഹകരിച്ച് ഇവരൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഇവരുടെ കൂടെ സഹകരിച്ച് നിന്ന കാരണം ഇവരിത്ര വൈറലായി. അതിനുശേഷം എന്തെങ്കിലും റീല് ചെയ്തിട്ടുണ്ട്? ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒരു റീല് ചെയ്തിട്ടുണ്ട്. അത് തരക്കേടില്ലാണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്, റീൽസ് ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും മുന്നേ പറയും, നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എല്ലാവരും ഒരേ യൂണിഫോമായിട്ട് ഇടുമ്പോൾ നമുക്കിങ്ങനെ ഒപ്പം മുന്നേ പോകണം, നമ്മൾ പിന്നാലെ പോയി ഒരു റീൽസ് ഹിറ്റ്ലറായിട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട്. അതാ 60-ാം പിറന്നാളിൽ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അതൊരു എടുത്തു, അത് ഹിറ്റായി. അതിൽ വളരെയധികം സന്തോഷമായി. ഇനി ഒത്തൊരുമിക്കുമ്പോൾ വീണ്ടും പുതിയൊരു റീൽസ് ആയിട്ട് കാണാം നിങ്ങളെ. തീർച്ചയായും. അപ്പോൾ അതിനുശേഷവും ചേട്ടൻ റീൽസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്, പിന്നീട് വീട്ടിലൊക്കെ വെച്ചിട്ട്? ചെയ്തു. ഞാനും ഭാര്യയായിരുന്നു അങ്ങനെയാണ് അത്. അപ്പോൾ ഇനി എന്തായാലും ഇനിയും റീൽസുകൾ കാണാം നമുക്ക്. ഉണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കണം. തീർച്ചയായും ഇനിയും ഈ ഒരു റീൽസുകളൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഗിരിജേട്ടനും ഒപ്പം സഹോദരിമാരും ഒക്കെ പറയുന്നത്. അത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്തായാലും സന്തുഷ്ട കുടുംബത്തോടൊപ്പം ക്യാമറമാൻ വിപിൻ കോച്ചർക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ. ഞാൻ ചിരി ഉറക്കായി പോകുമെന്ന് പേടിച്ചങ്ങനെ നിൽക്കാറ്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ഈ റീൽസ്. ഈ തലയും താടിയും മുടിയൊക്കെ നരച്ചെങ്കിൽ എന്താണ്, നമ്മുടെ ഇവിടെയുള്ള ഇൻസ്റ്റാ ടീമിന്റെ കൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ യുവസംഘത്തോട് കണ്ടോ, താടി മുടിയൊക്കെ നരച്ചെങ്കിൽ എന്ത് ഉഷാറായിട്ട് എന്ത് ചെറുപ്പമായിട്ടാണ് രണ്ടാളും കൂടി, പ്രത്യേകിച്ചും നമ്മുടെ ടൈലർ ഗിരിജേട്ടനും ശങ്കരേട്ടനും. എന്തായാലും മനോജ് കൊള്ളാം. അതിന്റെ രസച്ചരട് പൊട്ടാതെ ആ ഫുൾ അതിന്റെ തമാശയും ആത്മാവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിലൊരു പ്രത്യേക നന്ദി പറയാനുണ്ട്. കാരണം എന്താ അറിയോ, ഈ റീൽസ് ഹിറ്റ് ആയതിനു ശേഷം നമ്മൾ അവരെ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവരെ റീക്രിയേറ്റ് ചെയ്തു. ആ ഷൂട്ടിംഗ് ഇതിന്റെ ഷൂട്ട് ചെയ്ത ഡയറക്ടറുടെ ഡയറക്ഷനൊക്കെ നമുക്ക് മേക്കിംഗ് വീഡിയോ കൂടി കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ അവർക്ക് പ്രത്യേക നന്ദി. ഇനിയും കൂടുതൽ റീൽസ് ഇങ്ങനെ വരട്ടെ, അത് ഹിറ്റാവട്ടെ, വൈറലാവട്ടെ, ജനിപ്പിക്കാൻ ഒരു വലിയ സന്ദേശം കൂടി ഉണ്ട് ഇതിൽ. ഈ പ്രായമായി അതല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി എന്നൊക്കെ പറയുന്നതിന് പകരം അതിങ്ങനെ ആഘോഷിച്ച്, ജീവിതം ആഘോഷിച്ച്, നമ്മുടെ ദുരിതവും ദാരിദ്ര്യവും ദുഃഖവും മാത്രം ആലോചിച്ചിരിക്കാതെ തിങ്ക് പോസിറ്റീവ്. ഞാൻ ദിവസം രാവിലെ താഴെ പറയണ പോലെ. അതെ അതെ അതെ, അത് പ്രത്യേകം എടുത്ത് പറയണം. ശരി, എന്തായാലും ഈ പറഞ്ഞ പക്ഷേ വലിയൊരു തത്വമാണ്. കാരണം ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം പരമാവധി ആസ്വദിച്ച് തന്നെ തീർക്കണം എന്നുള്ളതാണ്. മറ്റതെല്ലാം ദുരിതമൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അത് വരട്ടെ. പക്ഷേ മറ്റ് സമയങ്ങളിൽ നമുക്ക് ആസ്വദിക്കാം, ചിരിക്കാം, സന്തോഷിക്കാം, സമാധാനപ്പെടാം.